വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് വേൾഡ്സ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നിവാബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അവതരിപ്പിക്കുന്ന ആസ്പെയർ എന്നൊരു പോളിസിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പോളിസി നമുക്ക് മാർക്കറ്റിൽ പലതരം പോളിസികൾ ഉണ്ടെങ്കിലും മാർക്കറ്റിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോളിസികൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ നമുക്ക് നിവാബൂപ്പ ഹെൽത്ത് ഇൻഷുറൻസ് എന്നും ഏറ്റവും ഭയങ്കര ഒരു ടോപ്പ് സെല്ലിംഗ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് റിയഷ്യൂർ 2.0 എന്നൊരു പ്ലാൻ ആയിരുന്നു അല്ലേ. അത്രത്തോളം ഫീച്ചേഴ്സും ക്യാരി ഫോർവേഡ് ബെനിഫിറ്റും സം അഷ്യൂർഡിൽ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഒക്കെ കൊണ്ടുവന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിരുന്നു. അതിൽ മെറ്റേണിറ്റി ഫീച്ചറാണ് ഒരു ഇല്ലാത്ത ഒരു കുറവെന്ന് പറയാം അല്ലേ. അതും കൂടി നികത്തിക്കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ആസ്പെയർ പോളിസി ലോഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഈ പ്ലാനിൻ്റെ എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് വരുന്നത്, സോ മെറ്റേണിറ്റി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് എങ്ങനെയാണ് വെയിറ്റിംഗ് പീരീഡ് ഒക്കെ വരുന്നത്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഒരു 11 ഇൻബിൽറ്റ് ബെനിഫിറ്റും 9 ഓപ്ഷണൽ റൈഡേഴ്സും കൂടി ആഡ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഏജ് ഡീറ്റെയിൽസ്, ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുകയാണെങ്കിൽ അഡൽട്ട് മെമ്പേഴ്സിനാണെങ്കിൽ മിനിമം 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയും, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ ആണെങ്കിൽ 91 ദിവസം പ്രായമുള്ള കുഞ്ഞു മുതൽ 65 വയസ്സ് വരെയുള്ളവർക്കും നമുക്ക് ഇത് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ എന്ന സ്റ്റേറ്റസിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പ്ലാനിൽ. സോ ഓട്ടോമാറ്റിക് സ്പ്ലിറ്റപ്പ് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻസിൻ്റെ കേസിൽ മറ്റു കമ്പനികളിൽ 24 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിനെ ഓട്ടോമാറ്റിക് സ്പ്ലിറ്റപ്പ് ചെയ്ത് വേറെ ഇൻഡിവിജ്വൽ പോളിസിയിലേക്ക് മാറുന്ന പോലെ ഇവിടെ ഓട്ടോമാറ്റിക് സ്പ്ലിറ്റപ്പ് നിർബന്ധമല്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ മാനുവലി റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് സ്പ്ലിറ്റപ്പ് ചെയ്ത് മാറാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് ദെൻ പ്ലാൻ കോമ്പിനേഷനുകൾ നോക്കാം. ഈ ഒരു പ്ലാന് നമുക്ക് 2 അഡൾട്ട് പ്ലസ് മാക്സിമം 4 ചൈൽഡ് വരെ നമുക്ക് 4 കുട്ടികൾ വരെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അതായത് പരമാവധി 6 മെമ്പറെയാണ് ഈ ഒരു പോളിസിയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാമിലി ഫ്ലോട്ടറിൽ 6 പേരെ ഉൾപ്പെടുത്തി നമുക്ക് പോളിസി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അലൗഡ് റിലേഷൻഷിപ്പ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന സെൽഫ്, സ്പൗസ്, ഫാദർ, മദർ, എംപ്ലോയി, സൺ, ഡോട്ടർ, ഫാദർ ഇൻ ലോ, മദർ ഇൻ ലോ, ഇങ്ങനെ ഉള്ള കോമ്പിനേഷനുകൾ ഓക്കെ റിലേഷൻഷിപ്പ് ഒക്കെ അലൗഡ് ആണ്. മിറാക്കിൾ എന്നുള്ള ഒരു ഫീച്ചർ ഈ ഒരു പോളിസിയെ വ്യത്യസ്തമാക്കുന്നു. എന്തൊക്കെയാണ് മിറാക്കിൾ എന്നൊരു ഫീച്ചറിൽ ഉൾപ്പെടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ ചിലവുകൾ ഈ പോളിസിയിൽ ഉൾപ്പെടുന്നുണ്ട്. ആൻറ്റിനേറ്റൽ ചെക്കപ്സിനുള്ള കോസ്റ്റ്, അതേപോലെ തന്നെ മദറിനുള്ള വാക്സിനേഷൻ കോസ്റ്റ്, ഡെലിവറി ചാർജ് അത് നോർമലാണെങ്കിൽ സിസേറിയൻ ആണെങ്കിൽ ഈ പോളിസിയിൽ ഉൾപ്പെടുന്നുണ്ട്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് അഥവാ ഇൻഫെർട്ടിലിറ്റി ഓർ IVF ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ ഈ പോളിസിയിൽ കവേർഡ് ആണ്. പിന്നെ സറോഗസിയിലൂടെയുള്ള നമുക്ക് ഡെലിവറി ആണെങ്കിലും മദറിനുള്ള ഡെലിവറി എക്സ്പെൻസ് ആണെങ്കിലും സറോഗേറ്റഡ് മദറിൻ്റെ എല്ലാം കവർ ചെയ്യുന്നതാണ്. ഈ ഒരു പ്ലാനിൽ നമുക്ക് ചൈൽഡ് അഡോപ്റ്റ് ചെയ്യുന്നത് പോലും നമുക്ക് അതിൻ്റെ ടെസ്റ്റുകൾ 10,000 രൂപ വരെ ഈ ബേബിക്കുള്ള ടെസ്റ്റുകളടക്കം നമുക്ക് കവർ ചെയ്യുന്നുണ്ട്. ന്യൂ ബോൺ ബേബിക്ക് എന്ത് മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടെങ്കിലും അവർക്ക് പോളിസി നമുക്ക് സബ്ജക്റ്റ് ടു മെഡിക്കൽ അണ്ടർറൈറ്റിംഗ് നമുക്ക് Day 1 കവറേജ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു കുഞ്ഞ് ആ ഒരു പോളിസി വർഷത്തിലെ ഇടയിൽ ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വർഷം അവസാനിക്കുന്നവരെ നമുക്ക് പ്രീമിയം പേ ചെയ്യേണ്ടതില്ല. പക്ഷേ അതിനുശേഷം നമുക്ക് പ്രോറാറ്റ ബേസിസിൽ അവരുടെ പ്രീമിയം കൂടി നമ്മൾ അടയ്ക്കേണ്ടതാണ്. ബൂസ്റ്റർ പ്ലസ് എന്നൊരു ഫീച്ചർ നമ്മൾ റീഅഷ്യൂറിൽ കേട്ടിട്ടുണ്ടാവും. അത് ഇവിടെയും ഉണ്ട്. നമുക്കിത് 18 മുതൽ 35 വയസ്സ് വരെയാണെങ്കിൽ അപ് ടു 10 ടൈംസ് വരെയും, 36 മുതൽ 45 വയസ്സ് വരെയാണെങ്കിൽ 5x ടൈംസും, 45 വയസ്സ് മുതൽ 65 വയസ്സ് വരെ നമുക്ക് 3x ടൈമുമാണ് നമുക്ക് ഈ പറയുന്ന ക്യാരി ഫോർവേഡ് ഓപ്ഷൻസ് വരുന്നത്. ഈ ക്യാരി ഫോർവേഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇത് നോർമൽ സം ഇൻഷൂർഡ് ആണെങ്കിലും ശരി, മെറ്റേണിറ്റിക്കുള്ള ഒരു സം ഇൻഷൂർഡ് ആണ് ഇവിടെ മിറാക്കിൾ സം ഇൻഷൂർഡ് എന്ന് പറയുക, അതാണെങ്കിലും ശരി നമുക്ക് പരമാവധി ഇത്ര തവണയാണ് നമുക്കത് ക്യാരി ഫോർവേഡ് ചെയ്യുക. ഈ ബൂസ്റ്റർ പ്ലസ് എന്നൊരു ഫീച്ചർ നമുക്ക് മെറ്റേണിറ്റിയിൽ എങ്ങനെയാണ് വർക്ക് ആവുക, അതായത് മിറാക്കിൾ എന്നൊരു കോൺസെപ്റ്റിൽ മെറ്റേണിറ്റിക്ക് വേണ്ടിയുള്ള ഓപ്ഷനിൽ എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് നോക്കാം. 20 ലക്ഷം രൂപയുടെ സം ഇൻഷൂർഡ് എടുത്ത ഒരു വ്യക്തിക്ക് 20,000 രൂപയാണ് നമുക്ക് മെറ്റേണിറ്റി അഥവാ മിറാക്കിൾ സം ഇൻഷൂർഡ് ലഭിക്കുന്നത്. അപ്പോൾ ഈ സം ഇൻഷൂർഡ് നമുക്ക് ഉപയോഗിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി നമുക്ക് 10 മടങ്ങ് വരെ ടൈറ്റാനിയം പ്ലസ് എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ഒരു വ്യക്തിക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും നമുക്ക് 20,000 രൂപ വെച്ച് മെറ്റേണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കവറേജ് ആഡ് ആയിക്കൊണ്ടിരിക്കും. നോർമൽ സം ഇൻഷൂർഡ് ആഡ് ആയി പോകുന്നത് പോലെ തന്നെ മെറ്റേണിറ്റിക്കുള്ള സം ഇൻഷൂർഡും ആഡ് ആയി പോകുന്നതാണ്. അപ്പോൾ നമുക്ക് 11ാമത്തെ വർഷത്തിൽ നോക്കുകയാണെങ്കിൽ 2,20,000 രൂപയായിരിക്കും നമുക്ക് ഈ പറയുന്ന മെറ്റേണിറ്റിക്കുള്ള സം ഇൻഷൂർഡ് എന്ന് പറയാം. ഈ ഒരു എക്സാമ്പിൾ 20 ലക്ഷം രൂപ സം ഇൻഷൂർഡിന് പർച്ചേസ് ചെയ്ത ഒരു കസ്റ്റമേഴ്സിന് നമുക്ക് 2,20,00,000 ആയിരിക്കും 10ാമത്തെ വർഷത്തിൽ കവറേജ് എങ്കിൽ 2,20,000 മെറ്റേണിറ്റിക്കുള്ള സം ഇൻഷൂർഡ്. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഓപ്ഷനാണ് ഫ്യൂച്ചർ റെഡി എന്ന് പറയുന്നത്. എന്താണ് ഈ ഫ്യൂച്ചർ റെഡി? അതായത് നമ്മളിപ്പോൾ അൺമാരീഡ് പേഴ്സൺ ആണ്, നമുക്ക് ഭാവിയിൽ മാരേജ് ചെയ്യാൻ പോകുന്ന ആൾക്ക് നമുക്കിവിടെ ഒരു ഓപ്ഷൻ അഡീഷണൽ റൈറ്റർ പോലെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന വെയിറ്റിംഗ് പീരീഡുകൾ കൂടി ഒഴിവാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. കാരണം നമ്മൾ ഒരു പ്ലാൻ
പ്ലാനിങ് എ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമുക്ക് കാർ വാങ്ങിക്കുന്നതിനും ബംഗ്ലാവ് വാങ്ങിക്കുന്നതിനും പണം സമ്പാദിക്കുന്നതിനും ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടെത്തുന്നതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ നമുക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ആസ്പെയർ എന്ന ഒരു പ്രൊഡക്റ്റ്. ഇതിൽ ഫ്യൂച്ചർ റെഡി എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചർ സ്പൗസിനെ നമുക്ക് വെയിറ്റിംഗ് പീരീഡുകളൊക്കെ ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ഒരു ഗ്യാരണ്ടീഡ് പോളിസി ഇഷ്യൂവൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. അത് അവർ ഏത് ഹെൽത്ത് കണ്ടീഷനിലാണെങ്കിലും നമുക്ക് അവർക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ്, സ്പെസിഫൈഡ് ഡിസീസ്, മെറ്റേണിറ്റി, ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് എന്നിവ വെയിറ്റിംഗ് പീരീഡുകളൊക്കെ ഒഴിവാക്കി കൊണ്ട് തന്നെ പോളിസി ഇഷ്യൂവൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സബ്ജക്റ്റ് ടു അണ്ടർ റേറ്റിംഗ് അവർക്ക് പോളിസി നമുക്ക് ഇഷ്യൂവൻസ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഈവൻ അവർക്ക് എന്ത് മെഡിക്കൽ കണ്ടീഷനിലാണെങ്കിലും നമുക്ക് പോളിസി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു പോളിസി എടുത്തു വെച്ചുകൊണ്ട് ഫ്യൂച്ചർ റെഡി ആഡ് ഓൺ ചെയ്തുകൊണ്ട് ഫ്യൂച്ചർ വൈഫിനെ പോലും നമുക്ക് ആ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു പോളിസിയാണ്. അതായത് ഇയർ 1 നമ്മൾ പോളിസി ജോയിൻ ചെയ്തു, ഫ്യൂച്ചർ റെഡി ഓപ്ഷൻ സെലക്ട് ചെയ്തു, 4ാമത്തെ വർഷത്തിൽ നമ്മൾ മാരീഡായി, നമ്മൾ സ്പൗസിനെ ആഡ് ചെയ്തു. ആ സ്പൗസിനെ ആഡ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ റെഡി ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രീ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ മെറ്റേണിറ്റി വെയിറ്റിംഗ് പീരീഡ് അല്ലെങ്കിൽ 2 വർഷത്തെ സ്പെസിഫൈഡ് ഇൽനസ് വെയിറ്റിംഗ് പീരീഡ്, PED വെയിറ്റിംഗ് പീരീഡ് എന്നിവ വേവ് ഓഫ് ചെയ്തുകൊണ്ട് അവർക്ക് ഈ പോളിസി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഫീച്ചർ. അടുത്തൊരു ഫീച്ചറാണ് നമുക്ക് ഫാസ്റ്റ് ഫോർവേഡ് എന്ന ഒരു ഫീച്ചർ. ഇത് മൾട്ടി ഇയർ പോളിസി എടുക്കുന്നവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ആവുക. ഓക്കെ, അതായത് സപ്പോസ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു 20 ലക്ഷത്തിൻ്റെ പ്ലാൻ എടുക്കുമ്പോൾ 20,000 രൂപ മാത്രമാണ് നമുക്ക് സമ്മിൻസ്ഡായിട്ട് ലഭിക്കുക മെറ്റേണിറ്റിക്ക്. അപ്പോൾ സപ്പോസ് നമുക്കിത് പറ്റുന്നില്ല, ഇത് നമുക്ക് പോരാ എന്ന് തോന്നുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കാം. ഈ ഫാസ്റ്റ് ഫോർവേഡ് ഓപ്ഷൻ നമുക്ക് സ്വീകരിക്കുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 വർഷത്തെ സം ഇൻഷൂർഡും കൂടി ചേർത്തിട്ട് നമുക്ക് ആദ്യത്തെ വർഷം തന്നെ അവർ തരുന്നതാണ്. ഫോർ എക്സാമ്പിൾ 20 ലക്ഷത്തിൻ്റെ പോളിസി നമുക്ക് മൾട്ടി ഇയർ 3 വർഷത്തേക്ക് ഒരുമിച്ച് പ്രീമിയം അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യത്തെ 3 വർഷത്തെ കവറേജും കൂടി ചേർത്തിട്ട്, അതായത് 20 ലക്ഷം 20 ലക്ഷം 20 ലക്ഷം നമുക്ക് ടോട്ടലി ചേർത്ത് 60 ലക്ഷമായിട്ട് ഉപയോഗിക്കാനായിട്ട് ആദ്യത്തെ വർഷം തന്നെ തരുന്നതാണ്. അതേപോലെ മെറ്റേണിറ്റി സം ഇൻഷൂർഡും ടോട്ടലി ഈ 3 വർഷത്തെ കൂടിയുള്ള 60,000 നമുക്ക് ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് നമുക്ക് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ തരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ഫീച്ചർ. അപ്പോൾ ഇത് നമുക്ക് 3 വർഷത്തെ പ്രീമിയം ഒരുമിച്ച് അടച്ചുകൊണ്ട് ഈ 3 വർഷത്തെയും മെറ്റേണിറ്റി സം ഇൻഷൂർഡ് നമുക്ക് ആദ്യത്തെ വർഷത്തിൽ കിട്ടണം എന്നുള്ളവർക്ക് ഈ ഒരു പ്ലാൻ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മിറാക്കിൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ കോംപ്രഹെൻസീവ് പാരൻറ്ഹുഡ് കവറേജ്, പിന്നെ ഈ പറഞ്ഞ ഫ്യൂച്ചർ റെഡി ഓപ്ഷൻ, അതുപോലെ തന്നെ ബൂസ്റ്റർ പ്ലസ് 10 തവണ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ, ഫാസ്റ്റ് ഫോർവേഡ് ഓപ്ഷൻ എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു കോംപ്രഹെൻസീവ് കവറേജ് ആവുന്നു. അടുത്തത് ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷണൽ കവറേജ് ഉണ്ട്. ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കസ്റ്റമേഴ്സും ചോദിക്കും നമുക്ക് ക്ലെയിം ഫ്രീ ഇയറിൽ നമുക്ക് എന്താ പറയുക ഒരു ഡിസ്കൗണ്ട് വല്ലതും കിട്ടുമെന്ന്. ഈ ക്യാഷ് ബാക്ക് എന്നൊരു ഓപ്ഷൻ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യത്തെ വർഷത്തെ റിന്യൂവലിൽ നമുക്കൊരു 10% ഡിസ്കൗണ്ട് നമുക്ക് ക്ലെയിമിലേയും കിട്ടും. 2ാമത്തെ വർഷത്തിൽ റിന്യൂവലാണെങ്കിൽ 15%, 3ാമത്തെ വർഷത്തിലാണെങ്കിൽ 20%. സോ ഇങ്ങനെ നമുക്ക് ഈ പറയുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്ന ഒരു വാലറ്റ് പോലെയാണ്. നമുക്ക് അതിന് അഡീഷണൽ പ്രീമിയം അടച്ച് നമുക്ക് ഒരു ആഡ് ഓൺ പോലെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം ഫ്രീ ഇയറിൽ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ്. ഈ വാലറ്റിൽ ആഡ് ആവുന്ന ഈ ഒരു എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പ്രീമിയം പേ ചെയ്യുന്നതിനുള്ള ഒരു ഡിസ്കൗണ്ട് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ OP കവറേജിന് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൺസ്യൂമർ ഡിഡക്റ്റബിൾസ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത ഫീച്ചറായിട്ടുള്ള ബോർഡർലെസ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ കവറേജ് ആണ്. നമുക്ക് ഇപ്പോൾ നാട്ടിലൊരു അസുഖം നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് അബ്രോഡ് പോയി ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ബോർഡർലെസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്തിരിക്കണം. അതിന് അഡീഷണൽ പ്രീമിയം നമ്മൾ ആഡ് ചെയ്ത് ഒരു ഓപ്ഷണൽ കവറേജ് ആണിത്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇൻ്റർനാഷണൽ കവറേജ് ആയതുകൊണ്ട് നമുക്കൊരു 0 to 50% നമ്മുടെ ചോയ്സിൽ ഒരു കോ പേയ്മെൻറ്റ് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ NRI കസ്റ്റമേഴ്സിന് ഈ ഒരു ആസ്പെയർ എന്നുള്ള പ്ലാന് ജോയിൻ ചെയ്യാൻ സാധിക്കുമെങ്കിലും ഈ ബോർഡർലെസ് എന്നുള്ള ഒരു ഫീച്ചർ അവർക്ക് ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുന്നതല്ല, അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമാണ് ഈ ബോർഡർലെസ് എന്നുള്ള ഒരു ഇൻ്റർനാഷണൽ കവറേജ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക. ഈ ഒരു പ്ലാനിൽ വരുന്ന ഇൻബിൽട്ട് 11 ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഈ ഒരു പ്ലാനിനെ നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ ഒരു 4 വേരിയൻ്റ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഗോൾഡ് പ്ലസ്, ഡയമണ്ട് പ്ലസ്, പ്ലാറ്റിനം പ്ലസ്, ടൈറ്റാനിയം പ്ലസ് എന്നിവയാണ് വേരിയൻറ്റ്. ഈ ഒരു പ്ലാൻ വെരി സിമിലർ ടു റിയേഷു 2.0 പ്ലാനാണ്. അപ്പോൾ ചെറിയ ചില മാറ്റങ്ങളാണ് ഇതിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലൊന്നാണ് മെറ്റേണിറ്റി ഉണ്ട് എന്നുള്ള ഒരു ഡിഫറൻസ്. 2 മണിക്കൂറിലധികം വരുന്ന ആശുപത്രി വാസം നമുക്ക് ഈ ഒരു പോളിസിയിൽ 4 വേരിയൻറ്റിലും കവർ ചെയ്യുന്നുണ്ട്. 2 hours പ്ലസ് ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യുന്നുണ്ട്. എമർജൻസി ആംബുലൻസ്, അത് റോഡ് ആംബുലൻസ് ആണെങ്കിലും എയർ ആംബുലൻസ് ആണെങ്കിലും ഈ 4 വേരിയൻറ്റിലും കവർ ചെയ്യുന്നുണ്ട്. പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ 2 മാസം വരെയും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ആണെങ്കിൽ 6 മാസം വരെയുള്ള ചിലവുകളും ഈ ഒരു പ്ലാനുകളിൽ കവർ ചെയ്യുന്നുണ്ട്. അത് 4 വേരിയൻറ്റിലാണെങ്കിലും.
പിന്നെ ഒരു പ്രായം കൂടുന്നതിനനുസരിച്ച് പ്രീമിയം കൂടാത്ത, അതായത് ഏജ് സ്ലാബ് മാറുന്നതിനനുസരിച്ച് പ്രീമിയം മാറാത്ത ഒരു ഫീച്ചറായിരുന്നു ഈ പറഞ്ഞ ലോക്ക് ദി ക്ലോക്ക്. അത് ഈ പറഞ്ഞ ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള ഗോൾഡ് പ്ലസ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് അത് കിട്ടുന്നതല്ല. മറിച്ച് അത് ഡയമണ്ട് പ്ലസ്, പ്ലാറ്റിനം പ്ലസ് എന്നീ ഓപ്റ്റ് ചെയ്യുന്നവർക്ക് നമുക്ക് ആദ്യത്തെ ക്ലെയിം വരുന്നത് വരെ നമുക്ക് പ്രീമിയം മാറുന്നതല്ല, ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം മാറുന്നതാണ്. ഈ ടൈറ്റാനിയം പ്ലസ് എന്നൊരു വേരിയൻറ്റിൽ പുതിയതായിട്ട് ലോക്ക് ദി ക്ലോക്ക് പ്ലസ് എന്നൊരു ഫീച്ചർ കൊണ്ടുവന്നു. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് 2 വേരിയൻ്റ് ആയിട്ടുള്ള ഡയമണ്ട് പ്ലസ്, പ്ലാറ്റിനം പ്ലസ്സിലാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന മെറ്റേണിറ്റിയുടെ ഒരു ക്ലെയിം ചെയ്താൽ പോലും അതൊരു ക്ലെയിമായി കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പ്രീമിയം വർദ്ധിക്കുന്നതാണ്, സബ്സീക്വൻ്റ് ആയിട്ടുള്ള പ്രീമിയം വർദ്ധിക്കുന്നതാണ്. പക്ഷേ ഈ ടൈറ്റാനിയം പ്ലസ് എന്നൊരു വേരിയൻറ്റ് ചൂസ് ചെയ്യുന്നവർക്ക് ലോക്ക് ദി ക്ലോക്ക് പ്ലസ് ആണ് അവിടെ കൊടുക്കുന്നത്. അതിനർത്ഥം നമുക്ക് ഈവൻ ഒരു മെറ്റേണിറ്റി ക്ലെയിം ചെയ്താൽ പോലും നമ്മളത് ബാധിക്കുന്നില്ല. ഓക്കെ, മെറ്റേണിറ്റി ക്ലെയിം ചെയ്താൽ നമ്മുടെ പ്രീമിയം കൂടാൻ പോകുന്നില്ല, മറിച്ച് സം ഇൻഷ്യൂർഡ് നമുക്ക് ക്ലെയിം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രീമിയം മാറി തുടങ്ങുന്നത്. പിന്നെ റീഅഷ്യൂർ 4 അവർ എന്നൊരു ഫീച്ചർ 4 വേരിയൻറ്റിലും അവൈലബിൾ ആണ്. അതായത് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സം ഇൻഷ്യൂർഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഫീച്ചർ ഈ 4 വേരിയൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റർ പ്ലസ് എന്ന് പറയുന്നത് നമ്മൾ ആസ് പെർ എൻട്രി ഏജ് അനുസരിച്ച്, അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന വയസ്സിൽ നമ്മുടെ വയസ്സ് 18 മുതൽ 35 വയസ്സ് വരെ ആണെങ്കിൽ ഈ പ്ലാനിൽ 3 തവണ നമുക്ക് ക്യാരി ഫോർവേഡ് ആവുന്നുണ്ട്. 36 മുതൽ 45 വയസ്സ് വരെ ആണെങ്കിൽ 2 തവണയാണ് ക്യാരി ഫോർവേഡ് നടക്കുന്നത്. 46 വയസ്സിന് മുകളിലാണെങ്കിൽ നമുക്ക് 1 തവണയാണ് ക്യാരി ഫോർവേഡ് ലഭിക്കുക. അതായത് ബൂസ്റ്റർ പ്ലസ് എന്നൊരു ബെനിഫിറ്റ് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ടൈറ്റാനിയം പ്ലസ് വേരിയൻറ്റുകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ടൈറ്റാനിയം പ്ലസ് വേരിയൻ്റാണ്. അതും 18 മുതൽ 35 വയസ്സ് വരെ ആണെങ്കിൽ നമുക്ക് 10 തവണ നമുക്ക് ക്യാരി ഫോർവേഡ് നടക്കും. അതായത് സമ്മതിച്ചോട് 10 തവണ നമുക്ക് ക്യാരി ഫോർവേഡ് ആകുമ്പോൾ 10 ലക്ഷം എടുത്ത വ്യക്തിക്ക് 10ാമത്തെ വർഷം നമുക്ക് 1 കോടി 10 ലക്ഷം കിട്ടുകയും ചെയ്യും. അതെ, നമുക്ക് ഈ പറയുന്ന മെറ്റേണിറ്റിക്കുള്ള സമ്മതിച്ചോട് എന്ന് പറയുന്നത് 10 ലക്ഷം എടുത്തവർക്ക് 12,000 ആണല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്ക് 1,20,000 രൂപ വരെ നമുക്ക് മെറ്റേണിറ്റിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ നിങ്ങളുടെ ഏജ് 18 മുതൽ 35 വയസ്സിനകത്താണെങ്കിൽ ഈ ടൈറ്റാനിയം പ്ലസ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ 36 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ആകുമ്പോൾ ഈ ക്യാരി ഫോർവേഡ് ഓപ്ഷൻ 5 മടങ്ങായിട്ട് ചുരുങ്ങുന്നതാണ്. 46 വയസ്സിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ 3 മടങ്ങാണ് നമുക്ക് ഈ ക്യാരി ഫോർവേഡ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏജ് ഫോർ എക്സാമ്പിൾ ഒരു 46 എബോവ് ആണ്, നിങ്ങൾ മെറ്റേണിറ്റി ഒന്നും നോക്കുന്നില്ല, അതുപോലെ തന്നെ ഈ പറയുന്ന മാക്സിമം ക്യാരി ഫോർവേഡ് ഫീച്ചർ നമുക്ക് 65 വയസ്സിനുള്ളിൽ ഏത് ഏജിലാണെങ്കിലും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഅഷ്യൂർ 2.0 എന്നുള്ള പോളിസി പർച്ചേസ് ചെയ്യാം. അതർവൈസ് ഒരു മെറ്റേണിറ്റി കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വയസ്സ് 18 മുതൽ 35 വയസ്സ് വരെ ആണെങ്കിൽ ഈ പറയുന്ന ക്യാരി ഫോർവേഡും സം ഇൻഷൂർഡിലാണെങ്കിലും ശരി, മെറ്റേണിറ്റി സം ഇൻഷൂർഡിലാണെങ്കിലും ശരി നടക്കുന്നത് ഈ പറയുന്ന ടൈറ്റാനിയം പ്ലസ് എന്നൊരു ടോപ്പ് വേരിയൻറ്റ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റുകൾ ഇതിൽ കിട്ടുന്നുണ്ടെന്ന് പറയാം. ഓരോ വേരിയൻറ്റിനനുസരിച്ച് നിങ്ങളുടെ ആ ബൂസ്റ്റർ പ്ലസ് ബെനിഫിറ്റുകളും മാറുന്നുണ്ട്, ആസ് പെർ നിങ്ങളുടെ എൻട്രി ഏജ് അനുസരിച്ച് മാറുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മെറ്റേണിറ്റിക്കുള്ള, അതായത് മിറാക്കിൾ വെയിറ്റിംഗ് പീരീഡ്, മെറ്റേണിറ്റിക്കുള്ള വെയിറ്റിംഗ് പീരീഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 48 മാസം അഥവാ 4 വർഷമാണ് ഗോൾഡ് പ്ലസ് വേരിയൻറ്റിൽ, 2 വർഷം അഥവാ 24 മാസമാണ് ഡയമണ്ട് പ്ലസ് വേരിയൻറ്റിൽ, പ്ലാറ്റിനം പ്ലസ് ആൻഡ് ടൈറ്റാനിയം പ്ലസ് വേരിയൻറ്റ് ചൂസ് ചെയ്യുന്നവർക്ക് മെറ്റേണിറ്റി കവേർഡ് ആഫ്റ്റർ 9 മന്ത്സ് ആണ്. 9 മാസത്തിന് ശേഷം മെറ്റേണിറ്റി കവർ ചെയ്യണം എന്നുള്ളവർ ദയവ് ചെയ്ത് നമ്മൾ പ്ലാറ്റിനം പ്ലസ് അഥവാ ടൈറ്റാനിയം പ്ലസ് എന്നൊരു വേരിയൻറ്റ് മാത്രമാണ് ചൂസ് ചെയ്യേണ്ടി വരിക. പിന്നെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ഇൻബിൽറ്റ് ഫീച്ചർ ആയതുകൊണ്ട് അത് എല്ലാ വേരിയൻറ്റിലും ഡേ 1 മുതൽ കവർ ചെയ്യുന്നുണ്ട്. ലിവ് ഹെൽത്തി ബെനിഫിറ്റ് 30% വരെ നമുക്ക് കിട്ടുന്നുണ്ട്. വെൽനെസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിൽ 30% വരെ ഈ പ്ലാനിൽ ഡിസ്കൗണ്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഈ കൺസൾട്ടേഷനും സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയനൊക്കെ നമുക്ക് എല്ലാ വേരിയൻറ്റിലും ലഭിക്കുന്നതാണ്. 11 ഇൻബിൽറ്റ് ഫീച്ചർ ഡിസ്കസ് ചെയ്ത പോലെ 9 നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷണൽ ബെനിഫിറ്റ്. ഓപ്ഷണലാണ്, നമ്മൾ അഡീഷണൽ പ്രീമിയം അടച്ചാൽ മാത്രമേ ഇനി പറയുന്ന ബെനിഫിറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ക്യാഷ് ബാക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ഈ പറയുന്ന ഡിസ്കൗണ്ട് റിന്യൂവൽ ടൈമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ക്യാഷ് ബാക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്യണം. അത് നമുക്ക് OPD ബെനിഫിറ്റിനോ പ്രീമിയത്തിന് ഡിസ്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പേ ചെയ്യുന്ന രീതിക്കോ സബ്സിക്വൻ്റ് പ്രീമിയം പേ ചെയ്യുന്നതിനോ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ബോർഡർലെസ് എന്നൊരു കവറേജ് ഉണ്ട്. അത് നമുക്ക് ഈ പറയുന്ന ഔട്ട്സൈഡ് ഇന്ത്യ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിന് 0 to 50% കോ പേയ്മെൻറ്റ് ഓപ്ഷനിൽ നമുക്ക് സെലക്ട് ചെയ്ത് ഇൻ്റർനാഷണൽ കവറേജ് ഉപയോഗിക്കാനായിട്ടുള്ള ആഡ് ഓൺ ആണ്. ഇത് NRIസിന് ഈ ഒരു ഓപ്ഷൻ ബോർഡർലെസ് ഓപ്ഷൻ ലഭിക്കുന്നതല്ല. ഫ്യൂച്ചർ റെഡി എന്നുള്ള ഒരു ഓപ്ഷനിൽ നമുക്ക് ഫ്യൂച്ചർ സ്പൗസിനെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാനിൽ ചേരുന്ന സമയത്ത് തന്നെ ഫ്യൂച്ചർ റെഡി ഓപ്ഷൻ എനേബിൾ ചെയ്ത് അതിൻ്റെ അഡീഷണൽ പ്രീമിയം പേ ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ സ്പൗസ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർക്ക് വേറെ യാതൊരുവിധ പേഴ്സണൽ വെയിറ്റിംഗ് പീരീഡും ബാധകമാവാതെ തന്നെ ഡേ 1 കവറേജ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണിത്. ഫാസ്റ്റ് ഫോർവേഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ മൾട്ടി ഇയർ പോളിസി നമുക്ക് പർച്ചേസ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ
നമുക്ക് ആദ്യത്തെ 3 വർഷത്തേക്കും കൂടി നമുക്ക് സം ഇൻഷ്യൂർഡ് നമുക്ക് ബേസിക് സം ഇൻഷ്യൂർഡ് ആണെങ്കിലും ഈ മെറ്റേണിറ്റിക്കുള്ള സം ഇൻഷ്യൂർഡ് ആണെങ്കിലും ഫസ്റ്റ് ഇയർ ഓൺവേർഡ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണത്. പിന്നെ നമുക്ക് വേറെ വല്ല കമ്പനികളിൽ ചെറിയ എന്തെങ്കിലും ബേസ് പോളിസി 1 ലക്ഷം രൂപ വല്ലതും വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഡക്റ്റബിൾസ് ചൂസ് ചെയ്യുക വഴി ഈ പ്ലാനിൽ നമുക്ക് പ്രീമിയം കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ കൺസ്യൂമബിൾസ് എല്ലാം തന്നെ എല്ലാ ലിസ്റ്റും നമുക്ക് കവർ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സേഫ് ഗാർഡ് പ്ലസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇതിൽ ആഡ് ഓൺ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പേഴ്സണൽ ആക്സിഡൻറ്റ് ഈ ഒരു പോളിസിയിൽ അടുത്തൊരു ഓപ്ഷണൽ കവറാണ്. അതിൽ നമുക്ക് ബേസിക് സം ഇൻഷ്യൂർഡ് നമ്മൾ ചൂസ് ചെയ്യുന്നതിൻ്റെ 5 മടങ്ങ് വരെ നമുക്ക് പേഴ്സണൽ ആക്സിഡൻറ്റ് സം ഇൻഷ്യൂർഡ് ആയിട്ട് നമുക്ക് ഈ ഒരു പോളിസിയിൽ ഓപ്ഷണൽ അഡീഷണൽ പ്രീമിയം അടയ്ക്കുക വഴി നമുക്ക് കിട്ടുന്നുണ്ട്. ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ് നമുക്ക് ഈ പോളിസിയിൽ 4000 രൂപ വരെ 1000 രൂപ മുതൽ 4000 രൂപ വരെ നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സം ഇൻഷ്യൂർഡ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് ഒരു 1000 രൂപ മുതൽ 4000 രൂപ വരെ പെർ ഡേ നമ്മൾ ഹോസ്പിറ്റലൈസേഷനിൽ വരുന്ന പല എക്സ്പെൻസ് നമുക്ക് മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ആഡ് ഓൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ ക്യാഷ് ആയിട്ട് നമുക്ക് ഡിസ്ചാർജ് ആയതിനു ശേഷം ഈ ഒരു എമൗണ്ട് പെർ ഡേ നമുക്ക് 1000 രൂപ മുതൽ 4000 രൂപ വരെ നമുക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സം ഇൻഷ്യൂർഡ് നമുക്ക് ഒരു വർഷത്തിൽ പരമാവധി 30 ദിവസം വരെ നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷനാണ് ഈ പറയുന്ന ഹോസ്പിറ്റൽ ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാനിൽ നമുക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് BP, ഷുഗറൊക്കെ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് വേറെ അഡീഷണൽ ഈ 4 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന സ്മാർട്ട് ഹെൽത്ത് എന്നൊരു പ്ലാന്, അതായത് അഡീഷണൽ റൈഡറാണ്, ഓപ്ഷണൽ റൈഡറാണ്, അഡീഷണൽ പ്രീമിയം അടയ്ക്കുക വഴി നമുക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഡേ 1 കവറേജ് നമുക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ യങ്സ്റ്റേഴ്സിലും കാണപ്പെട്ട് വരുന്ന ഈ പറയുന്ന ഡയബറ്റീസ് ആണെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എല്ലാം തന്നെ നമുക്ക് ഡേ 1 മുതൽ കവറേജ് ലഭിക്കുന്നതിന് ഈ പറയുന്ന അഡീഷണൽ പ്രീമിയം മാത്രം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡേ 1 കവറേജ് ലഭിക്കുന്നതാണ്. ഈ പ്ലാൻ 20 ലക്ഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 20,000 രൂപ നമുക്ക് മെറ്റേണിറ്റിക്ക് കിട്ടുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഓരോ സം ഇൻഷ്യൂർഡിന് എത്ര വെച്ചാണ് നമുക്ക് കിട്ടുക എന്ന് നോക്കുകയാണെങ്കിൽ 3 അല്ലെങ്കിൽ 5 ലക്ഷമൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ 4000, 5000 ഒക്കെ നമുക്ക് മെറ്റേണിറ്റി കവറേജ് കിട്ടത്തുള്ളൂ. മറിച്ച് 7.5 ലക്ഷം ആണെങ്കിൽ 10,000 രൂപയും, 10 ലക്ഷം ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് 12,000 രൂപ മെറ്റേണിറ്റി സം ഇൻഷ്യൂർഡ്, 15 ലക്ഷം ആണെങ്കിൽ 15,000 രൂപ, 20 ലക്ഷവും 25 ലക്ഷം കവറേജ് ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് 20,000 രൂപയാണ് നമുക്ക് മെറ്റേണിറ്റി സം ഇൻഷ്യൂർഡ് വരുന്നത്. 50 ലക്ഷം ആൻഡ് 1 crore, അത് 1 കോടിയൊക്കെ ചൂസ് ചെയ്യുന്നവർക്ക് 25,000 ആണ് നമുക്ക് മാക്സിമം ഈ പറയുന്ന മിറാക്കിൾ സം ഇൻഷ്യൂർഡ് അഥവാ മെറ്റേണിറ്റി സം ഇൻഷ്യൂർഡ് ലഭിക്കുന്നത്. മെയിൻലി ഈ ഒരു പ്ലാൻ 5 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയുള്ള കവറേജ് ആണ് എയിം ചെയ്യുന്നത്. ഈ ഒരു പ്ലാനിൽ നമുക്ക് വെൽ കൺസൾട്ട് എന്നൊരു അഡീഷണൽ ഓപ്ഷൻ കൂടി ഉണ്ട്. അതുവഴി നമുക്ക് ഒരു OPD ബെനിഫിറ്റ്, ഔട്ട് പേഷ്യൻ്റ്, അതായത് OP ബേസിസിൽ നമുക്ക് കാണുന്നവർക്ക് ഈ പറയുന്ന ഒരു അഡീഷണൽ ആഡ് ഓൺ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചില ബെനിഫിറ്റ്സ് കിട്ടാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് അൺലിമിറ്റഡ് ടെലി വീഡിയോ കൺസൾട്ടേഷൻസ്, അതേപോലെ ഫിസിക്കൽ കൺസൾട്ടേഷൻ, നേരിട്ടുള്ള കൺസൾട്ടേഷൻ ആണെങ്കിൽ 10,000 രൂപ വരെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഡയഗ്നോസിസ് ടെസ്റ്റുകൾക്കാണെങ്കിൽ 10,000 രൂപ വരെയും, ഫാർമസിയിൽ 2,500 രൂപ വരെ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതേ റീഇംബേഴ്സ്മെന്റ് മെത്തേഡിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരു 20% കോ പേയ്മെന്റ് അതിന് ബാധകമാവുന്നതാണ്. ദെൻ നമുക്ക് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഈ ഒരു പ്ലാനിൽ വരുന്നുണ്ട്. ഡേ 1 മുതൽ നമുക്ക് ഈ ഒരു പോളിസിയുടെ ഇൻസെപ്ഷൻ ഡേറ്റ് മുതൽ നമുക്ക് ഈ പ്ലാന് നമുക്ക് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കോംപ്ലിമെൻ്ററി ബെനിഫിറ്റ് ആണ്, അതിന് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല. ഇൻബിൽറ്റ് ബെനിഫിറ്റ് ആയാണ് നമുക്ക് ഈ പറഞ്ഞ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് വരുന്നത്. ഈ ഒരു പ്ലാനിലെ വെയിറ്റിംഗ് പീരീഡ് നോക്കുകയാണെങ്കിൽ ഇനിഷ്യൽ വെയിറ്റിംഗ് പീരീഡ് 30 ദിവസം അഥവാ 1 മാസം, സ്പെസിഫിക് ഇൽനെസ് വെയിറ്റിംഗ് പീരീഡ് 2 വർഷം അഥവാ 24 മാസമാണ്. നിലവിലുള്ള അസുഖങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് അഥവാ PED വെയിറ്റിംഗ് പീരീഡ് ഗോൾഡ് പ്ലസിലാണെങ്കിൽ 4 വർഷവും, ബാലൻസ് ഉള്ള ഡയമണ്ട്, പ്ലാറ്റിനം, ടൈറ്റാനിയം പോലുള്ള വേരിയൻറ്റുകളിൽ നമുക്ക് 3 വർഷമാണ് നിലവിലുള്ള അസുഖങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത്. ഇനി മിറാക്കിൾ വെയിറ്റിംഗ് പീരീഡ് അഥവാ മെറ്റേണിറ്റി കവറേജിനുള്ള വെയിറ്റിംഗ് പീരീഡ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് പ്ലസ് പ്ലാനിൽ നമുക്ക് 48 മാസമാണ് നമുക്ക് മെറ്റേണിറ്റിക്ക് വെയിറ്റ് ചെയ്യേണ്ടത്. ഡയമണ്ട് പ്ലസിലാണെങ്കിൽ 24 മാസവും, പ്ലാറ്റിനം, ടൈറ്റാനിയം ചൂസ് ചെയ്യുന്ന വ്യക്തികൾക്കാണെങ്കിൽ 9 മാസം വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റേണിറ്റി സം ഇൻഷ്യൂർഡ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ പ്ലാന് ചൂസ് ചെയ്യുന്നവർ, ആസ്പെയർ പോളിസി ചൂസ് ചെയ്യുന്നവർ കഴിവതും ഈ പറയുന്ന പ്ലാറ്റിനം, ടൈറ്റാനിയം വേരിയൻറ്റുകൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങളുടെ പറയുന്ന ക്യാരി ഫോർവേഡും അതേപോലെ തന്നെ സം ഇൻഷ്യൂർഡ് ക്യാരി ഫോർവേഡിൽ മാത്രമല്ല ഈ പറഞ്ഞ PED വെയിറ്റിംഗ് പീരീഡ്, അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ മെറ്റേണിറ്റിയിൽ ഏറ്റവും കുറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് ആയിട്ടുള്ള 9 മന്ത്സ് എന്നിവ ലഭിക്കുന്നതിന് അത് വളരെ ഉപകാരമായിരിക്കും. ഈ ഒരു പ്ലാനിൻ്റെ പ്രൈസിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് റിയേഷ്യോ 2.0 പോളിസിയേക്കാളും കുറച്ച് കുറവ് പ്രൈസിങ്ങിൽ തന്നെയാണ് വരുന്നത്. ഈ ഒരു പോളിസി നമുക്ക് ഇൻഡിവിജ്വലായി പർച്ചേസ് ചെയ്യാം, ഫാമിലി ഫ്ലോട്ടറായിട്ട് പർച്ചേസ് ചെയ്യാം, അഥവാ ഫാമിലി മെമ്പേഴ്സ് എല്ലാവർക്കും ഒരു ഇൻഡിവിജ്വൽ സം അഷ്യൂർഡ് കൊടുത്തുകൊണ്ട്
മൾട്ടി ഇൻഡിവിജ്വൽ പോളിസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഒരു പ്ലാൻ നമുക്ക് സ്യൂട്ട് റൂം വരെ എടുക്കാൻ പറ്റുന്നതാണ്. എനി റൂം കാറ്റഗറിയാണ്. മോഡേൺ ട്രീറ്റ്മെൻറ്റ് എല്ലാം തന്നെ കവേർഡ് ആണ്. അതേപോലെ റോബോട്ടിക് സർജറിക്കും നമുക്ക് ഈ ഒരു പ്ലാനിൽ സബ്ലിമിറ്റ് വരുന്നതല്ല. പ്ലാൻ എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ട്സ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 3 വർഷത്തെ പ്ലാൻ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 22.5% വരെ നമുക്ക് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. വെൽനെസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് റിന്യൂവൽ ഡിസ്കൗണ്ടിൽ 30% വരെ ഡിസ്കൗണ്ടും, ഡോക്ടർ ആണെങ്കിൽ നമുക്ക് 5% ഡിസ്കൗണ്ടും, അതേപോലെ തന്നെ മൾട്ടി ഇൻഡിവിജ്വൽ ചൂസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഈ 10% വരെ ഈ പ്ലാനിൽ ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു.